ഇനി പൾസർ സുനി ഇതിനോടകം 7 വർഷവും 6 മാസവും 29 ദിവസവും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലൊരു ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഈ 6 പ്രതികളിൽ ഇനിയിപ്പോൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങുന്നയാൾ ഒരുപക്ഷെ പൾസർ സുനി ആയിരിക്കും. ഈ കേസിലെ 1-ാം പ്രതി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ 7 വർഷത്തിലധികം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതുകൊണ്ട് ഇനി 13 വർഷക്കാലം പൾസർ സുനിക്ക് ശിക്ഷ അനുഭവിച്ചാൽ മതി. മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസവും, സ്വാഭാവികമായും 15 വർഷം മാർട്ടിൻ ജയിലിൽ കിടക്കേണ്ടി വരും. മണികണ്ഠനാകട്ടെ 4 വർഷവും 8 മാസവും 27 ദിവസവും. ബാക്കി നാൾ ഏകദേശം 14 വർഷത്തോളം മണികണ്ഠൻ കിടക്കേണ്ടി വരും. വിജേഷ് ആകട്ടെ 5 വർഷം മാത്രമാണ് കിടന്നത്, 15 വർഷം വിജേഷിന് കിടക്കേണ്ടി വരും. സലീം 1 വർഷം മാത്രമാണ് കിടന്നത്, 19 വർഷം കിടക്കേണ്ടി വരും. പ്രദീപ് ഋഷിപാൽ വിചാരണക്കാലത്തെ തടവ് ശിക്ഷയിൽ നിന്നുള്ള കുറവ് ചെയ്യൽ കൂടി വരുമ്പോൾ 6 പ്രതികൾക്കും ഒരേ ശിക്ഷ, ആർക്കും ജീവപര്യന്തമില്ല.